നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ISIയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഏതാനും ചില ചാരന്മാരുടെ നെറ്റ്വർക്കുകളെ ഇതിനോടകം തന്നെ പിടികൂടിയിട്ടുണ്ട്. ഈ നെറ്റ്വർക്കുകൾ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളടക്കം തകർത്തിട്ടുണ്ട്. നിരവധി 10-20 ചാരന്മാർ ഇതിനോടകം തന്നെ പിടിയിലായിട്ടുണ്ട്. പക്ഷേ സമാനമായ ഒരു ചാര നെറ്റ്വർക്ക് ഈ അരുണാചൽ പ്രദേശിൽ നിന്നും ഇപ്പോൾ പിടിയിലാവുകയാണ്. അരുണാചൽ പ്രദേശിൽ ചാരപ്രവൃത്തി നടത്തിയതിൻ്റെ പേരിൽ 2 പേർ ഇന്നലെ അറസ്റ്റിലായിട്ടുണ്ട്. നസീർ അഹമ്മദ് മാലിക് എന്നും സബീർ അഹമ്മദ് മിർ എന്നും പേരുള്ള 2 പേരാണ് ചാരപ്രവർത്തനം നടത്തിയതിന് അറസ്റ്റിലായത്. അരുണാചൽ പോലീസാണ് അറസ്റ്റ് ചെയ്യുന്നത്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അരുണാചൽ പ്രദേശ് പോലീസ് ഈ 2 ചാരന്മാരെയും അറസ്റ്റ് ചെയ്തിരുന്നത്. ഇവർ ചെയ്തിരുന്നത് എന്ന് വെച്ചാൽ അവിടുത്തെ അരുണാചൽ പ്രദേശ് മേഖലകളിൽ സൈന്യത്തിൻ്റെ മൂവ്മെൻറ്റ് സംബന്ധിച്ച വിവരങ്ങൾ പാകിസ്ഥാൻ ഹാൻഡിലർക്ക് കൈമാറി. മാത്രമല്ല, അരുണാചൽ പ്രദേശിൽ പ്രവർത്തിക്കുന്ന ഏതാനും ചില പ്രതിരോധ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളും പാകിസ്ഥാൻ ഏജന്റിന് കൈമാറി എന്നാണ് ഇവർക്കെതിരെയുള്ള കേസ്. അതായത് പാകിസ്ഥാൻ ഹാൻഡിലർമാർ നേരിട്ട് ഈ പറയുന്ന 2 ചാരന്മാരെയും ബന്ധപ്പെട്ടിരുന്നുവെന്നും നിർണായകമായ വിവരങ്ങൾ അവർക്ക് നൽകിയെന്നുമാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് 2 പേരിൽ ഒതുങ്ങുന്നില്ല എന്നും അരുണാചൽ പ്രദേശിൽ ഒരു സംഘം ചാരപ്രവർത്തനം തന്നെ നടത്തുന്നുണ്ട് എന്നുമാണ് പോലീസിന് ലഭിക്കുന്ന റിപ്പോർട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ വ്യാപകമായ അന്വേഷണം സംസ്ഥാനത്ത് നടത്തുകയുമാണ്. അതായത് ഏതാനും ചില ലോക്കൽ സംഘടനകൾ അവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ചില മുസ്ലിം സംഘടനകൾ അവിടെ അസ്വാഭാവികമായ പ്രവർത്തനം നടത്തുന്നു. അവരുടെ നേതൃത്വത്തിൽ അവിടെ ചില പുതിയ ആരാധനാലയങ്ങൾ, മുസ്ലിം ആരാധനാലയങ്ങളും തമ്മിൽ പോലും പണി നടക്കുന്ന, അല്ലെങ്കിൽ അവർ ആരാധനാലയങ്ങളുടെ ജോലി പുരോഗമിക്കുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, ചില സംഘടനകളുടെയും വ്യക്തികളുടെയും നീക്കങ്ങൾ അത് അരുണാചൽ പ്രദേശിൽ ദുരൂഹത ഉണർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ അരുണാചൽ പ്രദേശിൽ പാക് ISI എന്തു ചെയ്യുന്നു എന്നത് സംബന്ധിച്ച അന്വേഷണത്തിലാണ്. അവർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അരുണാചൽ പ്രദേശിൻ്റെ പോലീസ് ഇപ്പോൾ 2 ചാരപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളവരെയും ഉടൻ അറസ്റ്റ് ചെയ്യും, നിരീക്ഷണത്തിലാണ് എന്നാണ് ലഭിക്കുന്ന സൂചന. അരുണാചൽ പ്രദേശ് നമുക്കറിയാം, ചൈന നമ്മുടെ ഭൂവിഭാഗമായി അംഗീകരിച്ചിട്ടില്ലാത്ത ഒരു സംസ്ഥാനമാണ്. ചൈനയുടെ അംഗീകാരം നമുക്ക് ആവശ്യമില്ല. പക്ഷേ ചൈന എപ്പോഴും അരുണാചൽ പ്രദേശത്തെ അവരുടെ മാപ്പിനോടൊപ്പം വരച്ചു കാട്ടുന്ന സാഹചര്യമുണ്ട്. ചൈനയ്ക്ക് ഇവിടെ യാതൊരു നിയന്ത്രണവുമില്ല. പക്ഷേ എങ്കിലും ചൈന അവരുടെ ഭൂമിയാണ് എന്ന് അവകാശപ്പെടുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അതുകൊണ്ട് തന്നെ അരുണാചൽ പ്രദേശ് ഒരു സെൻസിറ്റീവ് ഏരിയയാണ്. സുരക്ഷാ ഏജൻസികളുടെയും രഹസ്യാന്വേഷണ ഏജൻസികളുടെയും സജീവ സാന്നിധ്യം അവിടെയുണ്ട്. ഈ സാന്നിധ്യത്തിലാണ് പാകിസ്ഥാന്റെ ISI കൂടി അവിടെ പ്രവർത്തിക്കുന്നത്. പാകിസ്ഥാന് വേണ്ടി ചാരന്മാർ അവിടെ നിന്നും നിർണായക വിവരങ്ങൾ അത് പുറത്തേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതൊരു വലിയ സുരക്ഷാ ആശങ്ക തന്നെയാണ്. അതുകൊണ്ട് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും അരുണാചൽ പ്രദേശ് പോലീസും ഇക്കാര്യത്തിൽ വളരെ വിപുലമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.